ബാധിക്കുന്ന തരത്തിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളും വരും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് കേരളത്തിന് എന്തൊക്കെ പദ്ധതി തന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു റെയിൽവേയുടെ കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ മാത്രമല്ല, എയിംസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, മറ്റ് ആയുർവേദ രംഗത്തെ കാര്യം പറഞ്ഞു. ഒരു കാര്യവും അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ല. എയിംസ് ഇപ്പോൾ എത്രയോ എയിംസ് വന്നു. കേരളത്തിന് എയിംസിന് ഒരു യാതൊരു അർഹതയില്ലേ. ആയുർവേദത്തിൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറഞ്ഞാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത കേരളത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. വിഴിഞ്ഞം നമ്മൾ തനതായിട്ട് ആ തുറമുഖം നമ്മളുണ്ടാക്കി, അത് വലുതാക്കി ഉണ്ടാക്കിയെടുത്തു. വലിയ ചിലവുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ തുറമുഖമായി. ആ തുറമുഖത്തുനിന്ന് ഇന്ത്യയിലെ മറ്റ് സ്ഥലത്തേക്ക് പോകണ്ടേ. ഇന്ത്യയിലെ വേറൊരു തുറമുഖത്ത് ഇത്രയും വലിയ കപ്പൽ എടുക്കത്തില്ല, അടുക്കാനും പോകുന്നില്ല. കാരണം എന്താ? നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, ആഴം വേണം. 18-20 മീറ്റർ ആഴമുണ്ട് വിഴിഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും വലിയ കപ്പൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന കപ്പലുകളിൽ നിന്ന് ചെറു കപ്പലുകളിൽ പോവുക, കണ്ടെയ്നറിൽ പോവുക, ട്രെയിൻ വഴി പോവുക, ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം രാജ്യത്താകണം. എന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും നമ്മുടെ ഈ തുറമുഖം സഹായകരം. അതിന് വേണമെങ്കിൽ എന്താ വേണ്ടേ? സ്പീഡാവണമെങ്കിൽ നല്ല കോറിഡോർ വേണം. ഞാൻ പറഞ്ഞാൽ വലിയ വേഗതയുള്ള ട്രെയിൻ പോകണമെന്ന് മാത്രമല്ല, നല്ലതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോറിഡോർ വേണം. ഈ കണ്ടെയ്നറിനും മറ്റും പോകുന്ന കാർഗോ കോറിഡോർ വേണം. അത് വെച്ചിട്ടില്ല. 6-7 സ്ഥലത്ത് വെച്ചല്ലോ, 7 വെച്ചു. രണ്ടാമത് കേരളത്തിന് എന്തുകൊണ്ടാണോ അതിവേഗ ഒരു കോറിഡോർ വേണ്ടതിൻ്റെ ആവശ്യം? കേരളം 3000 കിലോമീറ്റർ അകലെ കിടക്കുന്നൊരു സ്ഥലമാണ് ഡൽഹിയിൽ നിന്ന്. വളരെ ദൂരെ കിടക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ സെൻട്രലിലേക്ക് മറ്റു സ്ഥലത്തേക്ക് എത്തണം. കാരണം ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻട്രലെല്ലാം ഡൽഹിയല്ലേ. മറ്റ് നഗരങ്ങളായിട്ട് നമുക്ക് ബന്ധം വേണ്ടേ? യാതൊരു പരിഗണനയില്ല.